Chef ഇവിടെ ബാർബക്യൂ ഇന്ന ബോക്സുമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ആദ്യം ചെഫ് കൈ കഴുകുക, മാസ്ക് കഴുകുക, മാസ്ക് ഊരുക, കൈ കഴുകിയിട്ട് വരിക, എന്നിട്ട് നമുക്ക് ബോക്സും തുടയ്ക്കാം. ഹ്യൂജ് ബോക്സ്. ഗോ ജൽദി ജൽദി വിശക്കണു. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ കംപ്ലൈന്റ് നമുക്ക് മാറ്റി കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു കംപ്ലൈന്റ്? കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ പറഞ്ഞു ഞാൻ മാസ്ക് വന്നിട്ട് ക്ലീൻ ചെയ്തില്ല. അത് ഫുഡല്ലല്ലോ, സാധനങ്ങൾ വാങ്ങിട്ട് വന്നിട്ടേ മൊത്തം കുളിപ്പിക്കണേ. ഇല്ല ആ ഹാൻഡിൽ പിടിച്ചോടൊക്കെ. ഓക്കെ, കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു ഫുഡ് റിവ്യൂ ചെയ്യുകയാണ്. ഏകദേശം 2 മാസത്തോളമായി ഞങ്ങൾ ഫുഡ്. ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദമൊക്കെ ഉണ്ടാകും, പിള്ളേർ ഉണർന്നിരിക്കുന്ന സമയത്താണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് സദയം ക്ഷമിക്കുക. നിങ്ങൾ ക്ഷമിച്ചാലേ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ പിള്ളേരെ. ചെവി. അപ്പൊ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ബാർബക്യൂ ഇൻ എ ബോക്സ് ഫ്രം ബാർബക്യൂ നേഷൻ. നേരിട്ട് പോയി കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തൊരു സ്ഥലമായിരുന്നു, പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു, അവിടെ നിന്ന് ഡെലിവറി ചെയ്തു, മേലെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെച്ചു. ഇനി അൺബോക്സിങ്. മാറ്റി വെച്ചു. അപ്പോ ഇതാണ് നമ്മുടെ ബാർബക്യൂന്റെ ബോക്സിന്റെ ഐറ്റംസ്. അപ്പൊ ആദ്യം ഉള്ളത് 3 പാക്കറ്റില് ഡിസേർട്ട് ആണുള്ളത്. ഇത് ബ്രൗണി. പിന്നെ അടുത്തത് ജെഫിന് ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ്, ഞാൻ കഴിച്ചോളാം, ഗുലാബ് ജാമുൻ. പിന്നെ അടുത്തത് എനിക്ക് ഇഷ്ടമുള്ളതായിട്ടാണ്, ജെഫിനും ഇഷ്ടമല്ല, പായസം. പിന്നെ 2 ടൈപ്സ് ഓഫ് ചട്നി. ഇത് എന്തിന്റെ കൂടെ കഴിക്കാനുള്ളത് നമുക്ക് തുറക്കും പറയാം. നമുക്ക് ആദ്യം ഡിസേർട്ട് കഴിക്കാം. ചട്നി നമുക്ക് ആദ്യം വേണ്ടേ. ഭയങ്കര പാക്കിംഗ് കിട്ടാ. ദാൽ, റൈത്ത, ദാല്, ബട്ടർ ചിക്കൻ. കാണിക്കൂ. ബട്ടർ ചിക്കൻ വന്നു. ഇത് മിക്കവാറും പൊറോട്ടയാവും. പൊറോട്ട ഞാൻ ലാച്ച പൊറോട്ട 2 എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ വരുന്ന പൊറോട്ടയുണ്ട് 2 പൊറോട്ട. കുറച്ചധികം ഉണ്ടല്ലോ കേട്ടാ. ഇത് ബിരിയാണി. എന്ത് ബിരിയാണി? നോൺ വെജ് ബിരിയാണി. പിന്നെ മട്ടൺ റോഗൻ ഗോഷ ഏതൊരു സാലഡ്. പിന്നെ വെജ് ഒന്നും എഴുതിണ്ട് അല്ലേ? തുറന്നോക്കാം. പിന്നെ ഫിഷ് ഉണ്ട്. ഇവിടെ ചിക്കൻ 65 ഉണ്ട്. 2 കമ്പാർട്ട്മെന്റ് ഉണ്ട് അകത്ത്. പിന്നെ ചിക്കൻ വിങ്സ് ഉണ്ട്, ഷിഷ് തവൂക്ക് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ആദ്യം ഇട്ടിരിക്കുന്നത് സ്റ്റാർട്ടേഴ്സ് നമുക്ക് തുറന്നോക്കാം. ഭയങ്കര പാക്കിങ്. ഇത് ചിക്കൻ വിങ്സും ഷിഷ് തവൂക്ക്. ഇത് ചിക്കൻ 65ഉം പിന്നെ ഫിഷിന്റെ ഒരു ടൈപ്പ് ഓഫ് ഫ്രൈ. ഇത് മുഴുവൻ ഫിനിഷ് ചെയ്യുന്നു. സാലഡിന്റെ ക്വാണ്ടിറ്റി കുറവാണ്. ഇതെന്താ പേരെന്ന് അറിയില്ല. വെജിറ്റബിളിന്റെ മറ്റേ ആലു തടുക്ക ചാലു എന്തോ സംഭവം. ആലു ടിക്കി ബിരിയാണി. അടുത്തത് നമ്മുടെ മട്ടൺ ദാൽ ഫ്രൈ. ഇത് റൈത്ത. ഇത് വന്നിട്ട് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ഓയിലി അല്ലേ? ഇച്ചിരി ഓയിലി ഉണ്ട്. സാധാരണ അതിലോട് ഓയിൽ ബട്ടർ മേലെ. ബ്രൗണി. പിന്നെ അടുത്തത് കുഞ്ഞു ഗുലാബ് ജാമുൻസ്. ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ലേ കണ്ടിട്ട്. പായസം. ഇതിന്റെ കൂടെ വരുന്ന പൊറോട്ടയാണെന്ന് തോന്നുന്നു. ഇതിന്റെ കൂടെ തന്നെ പൊറോട്ട ഉണ്ട്. പിന്നെ നമ്മൾ 2 എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുണ്ട്. ടോട്ടലി ഇത് ഇങ്ങനെയാണ് സംഭവം.
സാം അങ്ങനെ പൊറോട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡാനിമോനെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ താഴെ ഇരിക്കണില്ല, അവന് മേലെ ഇരുന്നാൽ മതി. ഞാൻ എടുത്താലും അങ്ങനെ അപ്പനും മക്കളും ഡിന്നർ കഴിക്കാനിരുന്നു. ജെഫ് ഏതിലാ തുടങ്ങണേ? അവന്റെ കയ്യിൽ കൊടുത്തോ കഴിച്ചോളൂ. ചിക്കൻ ഒരു പീസ് ഡാനിക്ക് കൊടുത്തു നോക്കിയോ? അപ്രൂവ്ഡ്. എരിവൊന്നുമില്ല ഇതിന്. എഫ് ഒരു കാര്യം ചെയ്യോ, എല്ലാത്തിനും കുറച്ച് നാലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചാൽ തുടങ്ങാം. ഓക്കെ. അപ്പോൾ അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് ചിക്കൻ്റെ വേറൊരു പ്രിപ്പറേഷനാണ്. ഇത് ബോൺലെസ് ആണ്, മറ്റൊരു ഷീസ് തവ്. ഞാൻ പിള്ളേർക്ക് കൊടുക്കണേക്കാളും മുന്നേ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഇത് സ്പൈസിയാണ്, നല്ല കൊടുത്തു നോക്കാം. സ്പൈസി ആണെങ്കിൽ കൊടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ സോസിൽ മുക്കി കൊടുത്തരാം. ഗാർലിക് സ്പൈസിയാണ്. പിന്നെ നോക്കുന്നത് എന്താ സാധനം കൊറേ വെജിറ്റബിൾ ആണെന്ന് പറഞ്ഞേ. കഴിച്ചോട്ടെ. ബീട്രൂട്ടിന്റെ എന്താ കാണാം. സ്പൈസിയാണ്. ഓക്കെ, ബീട്രൂട്ട് ഇട്ട് എന്തൊരു സാധനം അല്ലേ? കൊള്ളാം. ആരോഗ്യക്ക് എനിക്കൊരു പ്രതീക്ഷയായിരുന്നു പിള്ളേർക്ക് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടേഴ്സിൽ നമുക്കുള്ളത് ചിക്കൻ 65 ഫിഷ്, പിന്നെ ചിക്കൻ വിങ്സ്, ഷീഷ് തവുക്ക്, പിന്നെ ഈ 2 ഐറ്റംസ് ആണ്. ഇത് ഒരെണ്ണം, ഇത് വന്നിട്ട് ബീട്രൂട്ടിൻ്റെയും ഇത് ഉരുളക്കിഴങ്ങും. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് തന്നെ നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ട്. 3 പേർക്ക് നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ട് അല്ലേ? ഇതിലൊന്നും പിള്ളേർക്ക് പറ്റുന്നതല്ല, ഇത് സ്പൈസിയാണ്. അപ്പൊ ഞാൻ എടുക്കുന്ന ഐറ്റം ബിരിയാണിയാണ്. നല്ല നാടൻ ഹൈദരാബാദി മിക്സ് ഒക്കെ ആയിട്ടൊരു മണം വരുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് കണ്ടിട്ട് അല്ലേ? ഹലോ, ചിക്കൻ ആണോ അത്? ചിക്കൻ ബിരിയാണിയാണ്. ഒരു നാടൻ ടേസ്റ്റ് അല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ചിക്കൻ ബിരിയാണി. പക്ഷെ ക്വാണ്ടിറ്റി ഇതൊക്കെ കഴിക്കുമ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഇതിലുണ്ട് അല്ലേ? ഒരാൾക്കുള്ള ഫുൾ പോർഷൻ. പക്ഷെ ഇത്രയും സാധനം ഒരാൾ കഴിക്കുമ്പോൾ 2 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുണ്ട്. ഈ ബിരിയാണി ഞാൻ കഴിച്ചു തീർക്കുന്നതായിരിക്കും. ആ ഫോർക്ക് വെച്ച് കഴിക്കുന്നത് അഹങ്കാരം കൊണ്ടല്ല, ഞങ്ങൾ മാറി മാറി ക്യാമറ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്. ബിരിയാണി കൊള്ളാം, നല്ല സ്പൈസിയാണ്. പിന്നെ നമ്മുടെ ജെഫ് ബിരിയാണിയുടെ ഒരു വ്ളോഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജെഫ് ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഡാനിക്ക് പൊറോട്ട. അങ്ങനെ ജെഫ് ബട്ടർ ചിക്കനിൽ മുക്കി പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ജെഫേ? പക്ഷെ ഇത്രയും സാധനം തന്നിട്ട് അവർ ഈ 2 കട്ട്ലറി മാത്രം വെച്ചിട്ടുള്ളൂ. ചിലപ്പോൾ മറന്നുപോയതോ? പ്രോപ്പർ ബട്ടർ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മലയാളി ബട്ടർ ചിക്കനാണ്. അപ്പോൾ മട്ടൺ റോഗൻ ഗോഷ് എന്തൊരു സംഭവം. അതാണ് ഈ ഐറ്റം. നമ്മുടെ ഒരു മട്ടൺ വെന്താല് പോലെയൊക്കെ കാണുമ്പോൾ ലുക്ക്. കഴിക്കുമ്പോൾ മട്ടൺ ഇച്ചിരി സോഫ്റ്റ് അല്ല, ഇച്ചിരി മുറുക്കുണ്ട്. അപ്പോൾ മട്ടൺ ഓക്കെ, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. ഗ്രേവി നല്ല സ്പൈസി ഗ്രേവിയാണ്. മട്ടൻ്റെ അത് ഭയങ്കര മുറുക്കം, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു കൂടെ പറഞ്ഞ പൊറോട്ട പക്ഷേ വലിയ എരിവില്ല, നമ്മുടെ ലെയറൊന്നും അതിലില്ല. എന്നാലും ഇത്ര ഐറ്റംസ് കൂടെ പറഞ്ഞാൽ കഴിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ഒരുവിധം കഴിച്ചു. ബാക്കി കുറേ ഐറ്റംസ് ബാക്കിയുണ്ട്. കുറേ ഐറ്റംസ് ബാക്കിയുണ്ട്. അതെല്ലാം ഫ്രിഡ്ജിലേക്ക് കയറ്റിയാണ് നാളെ ലഞ്ചിന് എടുത്ത് കഴിച്ച് തീർക്കാമെന്ന് വിചാരിക്കണേ. ഇത്രയും ഐറ്റംസ് ഞങ്ങൾ ടേസ്റ്റ് നോക്കി, ഒരു ഐറ്റം മാത്രം ടേസ്റ്റ് നോക്കിയില്ല. അതാണ് ഈ കാണുന്ന ഐറ്റം, പാവം പരിപ്പ് കറി. നമ്മൾ എടുത്തില്ല. അതെ, പിന്നെ സ്വീറ്റ് നമ്മൾ അതെടുക്കും. അപ്പോൾ ഓവറോൾ ഫുഡിന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 3 out of 5 കൊടുക്കാൻ പറ്റുള്ളൂ. ക്വാണ്ടിറ്റി ഓക്കെ, 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഹിന്ദി വന്നിട്ടില്ല, മലയാളം വന്നിട്ടില്ല. 2ന്റെ ഇടയ്ക്കായിട്ട് നിൽക്കണം ഇവര്. പിന്നെന്താ പറയാ, സ്റ്റാർട്ടേഴ്സിൽ ആലൂട്ടിക്ക് കുഴപ്പമില്ല, ബാക്കിയെല്ലാം പിന്നെ ഷീഷ് തവുക്കും നല്ലതായിരുന്നു.
ബാക്കിയെല്ലാം ഒരു ആവറേജ് ടേസ്റ്റ്. എക്സലന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും പറയാൻ പറ്റില്ല. മട്ടൺ റോഗൻ ഗോഷ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ടർ ചിക്കൻ ജെഫിനും ഇഷ്ടപ്പെട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടുകളെല്ലാം ക്ഷമിക്കുക, പിള്ളേർ വെരി ആക്റ്റീവാണ്. അപ്പോൾ ഓവറോൾ വീണ്ടും ഇനി ഇവിടുന്ന് ഓർഡർ ചെയ്യുമ്പോൾ ചോദിച്ചാൽ ജസ്റ്റ് വൺ ടൈം എക്സ്പീരിയൻസിന് മാത്രമേ ഞാൻ ഇനി ചെയ്യുന്നുള്ളൂ. വീണ്ടും ഇനി ഓർഡർ ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു 4 പേരൊക്കെ ഉള്ള ഗാദറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ, ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാൻ. വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യാം, ടേസ്റ്റിന് വേണ്ടി. ഓക്കെ, കുറച്ച് ബ്രൗണി ഇതിലുണ്ട്. ബ്രൗണി നമുക്ക് കഴിച്ചു നോക്കാം. ബ്രൗണി പോലെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഡാനിക്ക് കൊടുക്കാം. ഡാനിക്ക് ഇഷ്ടമായി. സെവന് ബ്രൗണി ബ്രൗണി ബ്രൗണി. അപ്പോൾ ബാർബെക്യൂനെ ബോക്സ് ബൈ ബാർബെക്യൂ നേഷന് ഞങ്ങൾ കൊടുക്കുന്ന റിവ്യൂ 3 out of 5 ആണ്. ഈ റിവ്യൂ കൊടുക്കാൻ കാരണം വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, കുറേ വെറൈറ്റി എന്താ പറയുക, സ്റ്റാർട്ടേഴ്സ് മുതൽ ഡിസേർട്ട് വരെയും കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി 3 പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷെ ടേസ്റ്റ് വൈസ് ചില ഐറ്റംസിൻ്റെ ഫ്ലേവർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് 3 കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത്. നല്ല പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, എല്ലാം നല്ല നീറ്റായിട്ട് ലേബിൾ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുണ്ടായിരുന്നു. പാക്കിംഗ് എല്ലാം സൂപ്പർബാണ്. നിങ്ങൾക്ക് വീട്ടിലൊരു ഗാദറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് 6 പേർക്ക് 2 ബോക്സ് വാങ്ങിച്ചാൽ ഇഷ്ടംപോലെ കഴിക്കാം. അപ്പോൾ കുറേ ദിവസം ശേഷം ഞങ്ങൾ ഇത് ഫുഡ് അടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും അടുത്തുള്ള ഒരു സന്ധ്യയ്ക്ക് വരെ വണക്കം. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് ബേട്ടാ? ഗുലാബ് ജാമുൻ തിന്നോളാം, ബാക്കിയുള്ളൊക്കെ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോ എന്താ ജെഫിന് വേണ്ട? ജെഫിനൊന്ന് ഉച്ചക്ക് ഇട്ടായിരുന്നു ചോറ്. ഞാൻ എന്താണ് കബാബും ഗ്രില്ലും ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് ഒരടിയുണ്ട്. നീ അടിച്ചോ, എനിക്കത് ഇഷ്ടമായില്ല, ഒരു ഒതന്റിക് ആയിട്ട് തോന്നിയില്ല.